നമസ്കാരം. AKG ടൂർ യൂറോപ്പിൻ്റെ നമ്മൾ പാസ് കയറിക്കൊണ്ടുന്ന എപ്പിസോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത പാസ്സായ ഫുർക്ക പാസ് നമ്മൾ കയറാൻ പോവുകയാണ്. ഈ ബാക്കി കാണുന്നതാണ് ആ മലയുടെ ആൽപ്സിലേക്കാണ് ഫുർക്ക പാസ്. അപ്പോൾ ഒക്കെ പോകാം. രസകരമായ കാഴ്ചകളാണ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി AKG ടൂർ യൂറോപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദേ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഫുർക്ക പാസ്. വി സ്റ്റാർട്ട് വിത്ത് വിൽ ഗോയിങ് ദിസ് വേ. ഈ മലയുടെ സൈഡിൽ കൂടെ കയറി ഇങ്ങനെ പോയി, പിന്നെ ദാ വാലിയിൽ കൂടെ പോയി, പിന്നെ ആ കാണുന്ന വലിയ മൗണ്ടൻ നമ്മൾ കയറും. ദെൻ വിൽ ഗോ ഡൗൺ. ഹാവ് ഫൺ. സീ യു. രസകരമായിട്ട് താവോട്ട് ഇറങ്ങാൻ പിന്നെ അടുത്ത പാസ് കയറാൻ ഫുർക്ക പാസ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, ഈ രണ്ട് സൈഡിൽ നമുക്ക് നല്ല ഗ്രീനറി ഉണ്ട്. ഒരു സൈഡിൽ പാറ, ഒരു സൈഡിൽ ഗ്രീനറി. അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി. ഒരു സൈഡിൽ മാത്രം, ഒരു സൈഡിൽ വീണ്ടും ഈ പാറയും മഞ്ഞും ഇതൊക്കെയാണ്. പക്ഷെ അത് രസമായിട്ട് തോന്നി. ഈ താഴെ കാണുന്ന പണ്ടത്തെ മൗണ്ടൻ റെയിലിൻ്റെ ഒരു ബോർഡ് കണ്ടു. മേളിൽ ഒരു മൗണ്ടൻ റെയിലിൻ്റെ ആയിരുന്നു. ഇവിടുത്തെ എന്തെങ്കിലും പണിയെടുത്തപ്പോൾ കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. പറഞ്ഞപ്പോൾ അവിടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെയല്ല, അതിലും മേളിൽ ഫുർക്ക പാസിലേക്ക് ഒരു യാത്ര, അങ്ങനെ പറയാം. ചില രസകരമാട്ടോ, അടിപൊളിയാണ്. നല്ല വ്യൂ ആണ്. നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകളാണ് മൊത്തം. നല്ല ഫ്രഷ് എയർ, തണുത്ത കുളിർ കാറ്റ്. പക്ഷെ ഈ ആംബിയൻസിന് പറ്റി നമ്മളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ഓരോ മണിക്കൂർ ഗ്യാപ്പിൽ ഓരോ ബീറൊക്കെ അടിച്ചാണ്ടല്ലോ. വ്യത്യസ്തമായ ബീറൂടെ കിട്ടുന്നതുകൊണ്ട് അതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ കള്ളു കുടിച്ചിലൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല, നല്ല ഫൈനും കിട്ടും. പിന്നെ ജീവിതത്തിൽ വണ്ടി ഓടിക്കാനും പറ്റില്ല. അതുകൊണ്ട് കട്ടൻ ചായയും കാപ്പിയും കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ നല്ല കാഴ്ചകളാണ്. നമുക്ക് കാഴ്ചകളിൽ നിന്ന് മുമ്പോട്ട് പോകാം. മെയിനായിട്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വരുന്നത് ബൈക്കേഴ്സാണ് ഗ്രൂപ്പായിട്ട്. അത് ഡേഞ്ചറാണ്, നമ്മൾ സൂക്ഷിക്കണം. അവർ ഈ വളവൊക്കെ നല്ല കയറി എടുത്തൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത് ഭും 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 എന്നായിരിക്കും തന്നെ. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് ഡ്രൈവ് ചെയ്യാൻ. ദൈവം അനുഗ്രഹിച്ച് ഇന്ന് സാറിന് ഇതിൻ്റെ മേളിലൊക്കെ ചെറുതായിട്ടുള്ള ഈ നേരിയ ചാറ്റൽ മഴയൊക്കെ പെയ്യണായി. ഇന്നെന്താവോ മഴയൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥ കിട്ടി ദൈവം അനുഗ്രഹിച്ച്. ചെറിയൊരു മഴക്കാറ് വെച്ചിട്ടുണ്ട്, ചില ലൈറ്റൊക്കെ ഡിമ്മായിട്ടുണ്ടെങ്കിലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞമില്ല, നല്ല രസമുണ്ട്. ഇപ്പം നിങ്ങളാർക്കും നമ്മളിപ്പം ഈ ചുമ്മാ കുറേ കാടും മലയും കുറേ വഴിയല്ലാണ്ട് ഇതിന് എനിക്കൊന്നും കട്ട് ചെയ്ത് കളയാനായിട്ട് പോലും തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ വ്യൂവും ഇതേ കാണുന്ന മലയാണ് നമ്മളിനി കയറാൻ പോകുന്നത്. അവിടെ വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതും ചെറിയ ചെറിയ പാലങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതും കണ്ടപ്പോൾ ഒന്നും കളയാൻ തോന്നില്ല. ഇതിനകത്തൊരു അരുവി ഒഴിവുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്ന് ബ്രേക്ക് എടുത്തു. കുറച്ച് കൂടുകളുണ്ട്. ഞങ്ങളന്ന് ഇറങ്ങി കുറച്ച് നേരം ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പോയത് മുമ്പോട്ട്. പക്ഷെ നമ്മളിവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. പക്ഷെ അത് നിങ്ങൾ കാഴ്ചയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് കിട്ടണമെന്ന് അറിയില്ല. എങ്കിലും ഇത് ഒന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നല്ല. ചിലപ്പോൾ തോന്നും ഈ വണ്ടിയിൽ ഇങ്ങനെ പോണത് മാത്രമല്ല വീഡിയോകൾ എന്താ ഉള്ളതെന്ന്. പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ശകലം ഒരു 50% ഒരു ഫീല് കിട്ടുന്നുണ്ടായിരിക്കും ഇതിലെ യാത്ര ചെയ്യുന്ന പോലെ. നല്ല ഒരു ഡ്രൈവ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. നല്ല രസകരമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളി, ഫ്രണ്ട്സ് ആണെങ്കിൽ ജിങ്ക. അതാണ് ഇവിടുത്തെ വൈബ്. ഫ്രണ്ട്സ് ആണെങ്കിൽ ജിങ്കയാണ്. ബ്രേക്ക് ആവശ്യത്തിനെടുക്കാം. ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട്, ആരും ഒന്ന് ചോദ്യം ചെയ്യല. എല്ലാ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നാവണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫുർക്ക പാസിൻ്റെ ടോപ്പിലേക്ക് വലിയ താമസമില്ലാണ്ട് എത്തും. ഇപ്പം ഞങ്ങളിപ്പം അവിടെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ 2 മണിക്കാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 4 മണി സമയം ആകാറായി. സമ്മർ ആയതുകൊണ്ടാണ് 4-4:30 ആയി. അതുകൊണ്ടാണ് ഇത്ര സൂര്യൻ. അല്ലെങ്കിൽ നേരത്തെ ഇവിടെ ഇരുട്ടിപ്പോയേനെ. നല്ല വ്യൂ, നല്ല കാഴ്ചകൾ. ഞങ്ങൾ ഏകദേശം എൻ്റെ ടോപ്പിലേക്ക് എത്താറായിട്ടുണ്ട്. ഈ സമയം കൊണ്ടാണ് ബൈക്കേഴ്സിൻ്റെ ഒക്കെ ഒരു
വലിയ ജാഥകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറേ കണ്ടു താഴെ നിന്നപ്പോൾ. ഞങ്ങൾ ആ ബ്രേക്ക് എടുത്തപ്പോൾ കുറേ ബൈക്കേഴ്സ് പോകുന്നുണ്ടു. അത് ഇവിടെ നിന്നുള്ളവർ മാത്രമല്ല, ഇംഗ്ലണ്ടിൽ നിന്ന്, അയർലൻഡിൽ നിന്ന്, അവിടെ നിന്നൊക്കെ പാക്കേജായിട്ട് ആൾക്കാർ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. 50, 60, 100 വണ്ടികളുള്ള ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഓ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. മൈ ഗോഡ്, ഇത് റോഡ് ട്രിപ്പ് മാത്രം ഉള്ളത്. ഞാൻ എങ്ങനെ ഇതെടുത്ത് കളയും? എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ല. പക്ഷെ എന്നായാലും ഒരു 2 അടിക്കുന്നവരാണെങ്കിൽ ഇതിന് മണ്ടയ്ക്ക് എത്തുമ്പോൾ എന്നായാലും ഉറപ്പായിട്ടും ഡ്രൈവർ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് പൊട്ടിച്ച് 2 അടിച്ചാൽ കിട്ടുന്ന സുഖമുണ്ടല്ലോ ഭായി. ഓ മൈ ഗോഡ്, ഒന്നും പറയാനില്ല. ഞാൻ ഇപ്പോൾ വണ്ടി ഓടിച്ചിരിക്കുന്ന എൻ്റെ കസിനാണ്. അവരോട് ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് നിർത്തറാന്ന്. അവൻ മൈൻഡ് പറഞ്ഞാൽ പറഞ്ഞു ടോപ്പ് ചേർത്ത് നിർത്താൻ ചേട്ടായി, ടോപ്പ് ചേർത്ത് നിർത്താം. ഇപ്പം എത്തും. അതുകൊണ്ട് വീണ്ടും വെയിറ്റ് ചെയ്യാം. ഓ, നല്ല രസകരമായ ഒരു വ്യൂ ആണ്. ലൈറ്റ് കുറഞ്ഞു വരുന്നുണ്ട് എങ്കിലും ഒരു മിനിറ്റ് ഞാൻ ആ മനോഹാരിത ഒന്ന് ആസ്വദിച്ചു പോയതാണ്. ഹരിതാപമുണ്ട്, മഞ്ഞുമുണ്ട്. ഹരിതാപവും പച്ചപ്പൊന്ന് പണ്ട് പറഞ്ഞ പോലെ അടിപൊളി. നമ്മൾ ഏകദേശം അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. വേഗം ഓപ്പോസിറ്റ് കാണുന്ന ആ ചെറിയ കുന്നോടിൻ്റെ അപ്പുറം ചെന്നാൽ അതിൻ്റെ ടോപ്പിലേക്ക് എത്തും. അവിടെ നല്ല പാർക്ക് സ്പേസ് ഒക്കെ ഉണ്ട്. വ്യൂ ഒരു രക്ഷയില്ല. അതൊരു 1.5 സംഭവമാണ്. ആ മേഘമൊക്കെ താഴോട്ട് വരും. ക്യാമറ താഴോട്ട് വരും. വീണ്ടും നമ്മൾ കയറി വന്ന വഴി കണ്ടോ? ആ വഴിയുടെ പീക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എന്തോ ഒരു ഹൈറ്റ്സിലേക്ക് ഇപ്പം എത്തിയിരുന്നു. ഒരു രക്ഷയില്ല. എന്താ ക്യാമറമാൻ ജൽദി. അപ്പം നമ്മൾ അതിൻ്റെ ടോപ്പിലെത്തി. ഇതാണ് ഫുർക്ക പാസ്. ഇതിൻ്റെ ടോപ്പിലെത്തി. നേരത്തെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലാതെ മേളിൽ കടയുണ്ട്, അവിടെ നിന്ന് കാപ്പ് കുടിക്കാം, ബീറടിക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പം അവിടുത്തെ അങ്ങനെ ടെമ്പററി ആയിട്ടുള്ള കടകളൊന്നും കാണാനില്ല. എല്ലായിടത്തും പോയി. എന്നാ പോലും ഇത് ബൈക്കേഴ്സിൻ്റെ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ഇതവരുടെ ഇത് കയറ്റിവിട്ടേക്കുന്നതിൻ്റെ ലാസ്റ്റ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ ഈ സമ്മറിലല്ലാണ്ട് ഇവിടെ വണ്ടി കയറ്റി വിടില്ല. ഈ വഴിയെല്ലാം ബ്ലോക്കാണ്. നമ്മൾ കയറിയ മുമ്പത്തെ പാസും ഗ്രിംസൽ പാസും ഫുർക്ക പാസും ക്ലോസ്ഡ് ആയിരിക്കും. സമ്മറിൽ മാത്രമേ വിൻ്റർ ചെയ്യുന്ന അവരുടെ സമയമുണ്ട്. നമുക്കത് ഗൂഗിൾ ചെയ്താൽ അറിയാം. ആ സമയത്ത് മാത്രമല്ല വണ്ടി വിടുള്ളൂ. അപ്പം ഇനി നമുക്കിതിൻ്റെ ടോപ്പ് എൻജോയ് ചെയ്യാം. ഇച്ചിരി കാഴ്ചകൾ നടന്നു കാണും. അറ്റ് ലാസ്റ്റ് നമ്മളിങ്ങനെ മണ്ടക്കെത്തി. ഇച്ചോടെ മേളിലേക്ക് കയറി. അപ്പോൾ കുറച്ചുകൂടെ നല്ല വ്യൂ കാണാൻ പറ്റി. രസകരമാണ്. ആൽപ്സ്, മഞ്ഞുകൾ, മലകൾ, മലനിരകൾ, കുളിർക്കാറ്റുകൾ, നൈസ് ആംബിയൻസ്. ഒരു ബീർ വേണം എങ്കിലും ശരിയാവുള്ളൂ. ജാക്കറ്റെല്ലാം വണ്ടി ഇട്ടിട്ട് വന്നേക്കാം. അതുകൊണ്ട് നല്ലോണം നടക്കുന്നുണ്ട്. കിരികിരിന്നാകുന്നുണ്ട്. അതുകൊണ്ട് ആരും സംസാരിക്കുന്നില്ല. നമുക്ക് ബാക്കി കാഴ്ചകൾ ഓടി കിടന്ന് കാണാം. സ്നാക്സ്. ബെഞ്ചമിൻ എൻ്റെ മേളിലൊന്ന് കയറണമെന്ന് പറഞ്ഞു. ബെഞ്ചമിൻ എൻ്റെ മേളിൽ കയറി. അപ്പോൾ ഓടി നടന്ന് കാഴ്ചകൾ കണ്ട ശേഷം താവോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ വഴികൾ ഇങ്ങോട്ട് കയറി വന്ന പോലെ അത്രയും വീതിയുള്ള വഴിയൊന്നുമല്ല, ചെറിയ ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ നല്ല റിസ്കിങ് ആയിട്ടുള്ളൊരു ഡ്രൈവ് താവോട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ഫോർ ദ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്.